ഏഴ് ഗുണ്ടകൾ പ്രവർത്തിച്ചു, പോലീസിനപ്പോൾ പ്രവർത്തിച്ചു. കഴിഞ്ഞ ദിവസം തൃശൂർ നെല്ലങ്കരയിൽ വലിയ ഒരു ഗുണ്ട ആക്രമണം നടന്നിരുന്നു. പോലീസ് ആ ഗുണ്ടകളെ ഒന്നടങ്കം അടിച്ച് ഒതുക്കുകയും ചെയ്തു. ഇതോടുകൂടി അവിടുത്തെ കമ്മീഷണർ സ്റ്റാർ ആവുകയും ചെയ്തു. കമ്മീഷണർ മാധ്യമങ്ങളെ കണ്ടു. മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് കമ്മീഷണർ പറഞ്ഞ വാക്കുകളാണ്: ഗുണ്ടകൾ ഗുണ്ടകളുടെ പണി ചെയ്തു, പോലീസിൻ്റെ പണിയും ചെയ്തു എന്ന വാക്കുകൾ വൈറലാണ്. പോലീസിൻ്റെ ആത്മാഭിമാനത്തെ വളരെയധികം ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലാണ് സിറ്റി പോലീസ് കമ്മീഷണർ സംസാരിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനകത്ത് 100% പോലീസിന് ഒപ്പം നിൽക്കുക തന്നെ വേണം പൊതുസമൂഹം. ഇനി ആ കേസിനെ കുറിച്ച് പറയണമല്ലോ. കേസ് എന്തായിരുന്നു? ഒരു വീട്ടമ്മയാണ് പോലീസിനെ ആ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുന്നത്. ഷാമിയ എന്നാണ് ആ വീട്ടമ്മയുടെ പേര്. വീട്ടമ്മ വിളിച്ച് പോലീസിനോട് പറഞ്ഞത്, എനിക്ക് 2 മക്കളുണ്ട്, തലതെറിച്ചവന്മാരാണ്. അതിലൊരുത്തൻ്റെ പേര് അൽതാഫ് എന്നും മറ്റൊരുത്തൻ്റെ പേര് അൽ അഹദ് എന്നുമാണ്. 2 വീട്ടിലുണ്ട്, കുറേ ഗുണ്ടകളും വീട്ടിലുണ്ട്, യവന്മാരെന്നെ ഇരിക്കപ്പുറത്ത് തരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അമ്മ വിളിക്കുന്നത്. എന്താണ് സംഭവമെന്ന് ചോദിച്ചാൽ, ഇവന്മാർ ഈ 2 മക്കളും പോക്രികളാണ്. ഈ അമ്മയെ നിരന്തരം ഉപദ്രവിക്കുക എന്നതാണ് യവന്മാരുടെ ശീലം. യവന്മാരുടെ പ്രധാന ഹാബിറ്റ് എന്ന് പറയുന്നത് അമ്മയെ ഉപദ്രവിക്കുക. ഇക്കുറി വന്നത് കുറേ ഗുണ്ടകളെയും കൊണ്ടാണ്. വാതിൽ ചവിട്ടിപ്പൊളിക്കുന്നു, അമ്മയെ കൊല്ലുമെന്ന് പറയുന്നു, വെട്ടുമെന്ന് പറയുന്നു. ഇതൊക്കെയാണ് ഭീഷണി. ഒരു ജന്മദിന പാർട്ടി കഴിഞ്ഞിട്ട് വരുന്ന വരവാണെന്നാണ് പോലീസിന് കിട്ടിയ വിവരം. പോലീസ് വന്നപ്പോൾ ഒന്നല്ല, കുറച്ചധികം ഗുണ്ടകളുണ്ട്. പോലീസ് ആദ്യം കൺട്രോൾ റൂമിൽ നിന്ന് സാധാരണ ഒരു വീട്ടമ്മ വിളിച്ചതല്ലേ, മക്കളുടെ ഇഷ്യൂ അല്ലേ, ചെറിയ പ്രശ്നമായിരിക്കും, ചെന്ന് പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞ് പോലീസുകാർ സാധാരണ ചൂരലും കൊണ്ടെത്തി മക്കളെ ശാസിക്കാൻ. എവിടെ മക്കൾ കണ്ടകോടാലിയും കൊടുവാളും വെച്ച് നിൽക്കുകയാണ് പോലീസിനെ വെട്ടാൻ. പോലീസ് ഉടനെ അടുത്ത സ്റ്റേഷനിലേക്ക് വിളിച്ചു. അവിടെ നിന്നാളെത്തി, ഒരു രക്ഷയുമില്ല. വീണ്ടും ഒരു വണ്ടി, അങ്ങനെ 3 വണ്ടി പോലീസ് വന്നു. പോലീസ് വന്നപ്പോൾ പോലീസിന് നേരെ ആക്രമണം. പോലീസിനെ ഇരുട്ടിൻ്റെ മറവിൽ നിന്ന് അടിക്കുക, ഇടിക്കുക. അങ്ങനെ തലനാരിഴയ്ക്ക് പല പോലീസുകാരും ജീവനിൽ ഭാഗ്യമുള്ള പോലീസുകാർ അടികൊണ്ടെങ്കിലും രക്ഷപ്പെട്ടു. എന്നാൽ യവന്മാരെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ. പോലീസുകാർ പതിയിരുന്നു. ഇരുട്ടിൻ്റെ മറവിൽ പോലീസിനെ ആക്രമിച്ച ഒരുത്തനെയും വിട്ടില്ല. നേരത്തെ പിടിച്ച് അകത്താക്കുകയും ചെയ്തു. അവന് ബ്രഹ്മദൂത്ത് ഭയങ്കര നിലവിളിയായിരുന്നു. കൊലക്കേസിലെ പ്രതി അവൻ ഭയങ്കര നിലവിളി, എൻ്റെ കയ്യും കാലും തല്ലി ഒടിച്ചേ. ഇവൻ കാണിച്ച പോക്രത്തനത്തിന് ഇവൻ്റെ കയ്യും കാലും തല്ലി ഒടിക്കാതെ മറ്റെന്ത് ചെയ്യണമെന്നാണ് പോലീസുകാർ ചോദിക്കുന്നതും നാട്ടുകാർ ചോദിക്കുന്നതും. പോലീസിന് നല്ല സല്യൂട്ട് കൊടുക്കുകയാണ്. പക്ഷേ എങ്കിലും കമ്മീഷണർ പോലീസിൻ്റെ ആത്മാഭിമാനമൊക്കെ ഉയർത്തി. എങ്കിലും ഈ പ്രതികളുടെ മനുഷ്യാവകാശം പറഞ്ഞ് ചില ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. പ്രതികൾക്കുമില്ലേ മനുഷ്യാവകാശം, പോലീസ് ഇങ്ങനെ തല്ലിച്ചതയ്ക്കാവോ എന്നൊക്കെ. മുമ്പ് യതീഷ് ചന്ദ്ര എന്നൊരു IPS ഉദ്യോഗസ്ഥൻ കേരളത്തിൽ വന്ന് ചുമതല ഏറ്റെടുത്ത സമയത്ത് ഇതുപോലെ കുറച്ച് ആരവങ്ങളൊക്കെ ഉയർത്തിയിരുന്നു. ഇത് റിയൽ സംഭവമാണ്. ഈ ഗുണ്ടകളെ അടിച്ചമർത്തേണ്ടതാണ്. ഒരു തെറ്റും അതിനകത്ത് കാണാനില്ല എന്നുള്ളത് പച്ചപ്പരമാർത്ഥമാണ്. പോലീസിനൊപ്പം തന്നെയാണ് പൊതുസമൂഹം. യതീഷ് ചന്ദ്ര ചെയ്യുമ്പോൾ അത് സമരക്കാരെയും അതുപോലെ തന്നെ ജനകീയ മുന്നേറ്റങ്ങൾക്ക് എതിരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാളോങ്ങലൊക്കെ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നതും. അദ്ദേഹം ഇപ്പോൾ ഒതുങ്ങിക്കൂടി ഒരു തസ്തികയിലുണ്ട് എന്ന് നമുക്കറിയാമെന്ന് മാത്രം. യതീഷ് ചന്ദ്രയും ഇതുപോലെ നല്ല സ്മാർട്ടായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ഏതായാലും തൃശ്ശൂർ കമ്മീഷണർ ഇത് പുറത്തു പറഞ്ഞപ്പോൾ, വൈറലായപ്പോൾ ചില മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നത് ബ്രഹ്മജിത്തിനെയൊക്കെ ഇങ്ങനെ തല്ലാമോ, പോലീസിനെ പിടിച്ചുകൊണ്ട് പോയാൽ പോരെ എന്നൊക്കെയാണ്. കുത്തും അടിയും പോലീസിന് കൊണ്ടാൽ കുഴപ്പമില്ല. ഈ കൊലക്കേസിലെ പ്രതിക്കും അവർക്കുമൊക്കെ 2 ലാത്തി കൊണ്ട് 2 അടി കിട്ടുമ്പോഴാണ് ഇവിടുത്തെ ചില മനുഷ്യാവകാശ പ്രവർത്തകർക്കൊക്കെ പൊള്ളുന്നത് എന്നറിയുമ്പോൾ ലജ്ജ തോന്നുന്നു ഇവരുടെയൊക്കെ മനസ്സിനെ കുറിച്ചോർത്തിട്ട്.